ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ആശ്വാസമായിട്ടാണ് ഈ പുതിയ നയം. സേവിങ്സ് അക്കൗണ്ട് ഉടമയ്ക്ക് ഇനി കുറഞ്ഞ ബാലൻസിന്റെ പേരിൽ പിഴ ഈടാക്കുന്നതല്ല. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ പ്രധാന മാറ്റമാണ് കാനറ ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തണമെന്ന നിബന്ധന പൂർണ്ണമായും കാനറ ബാങ്ക് ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതലാണ് ഈ പുതിയ നയം പ്രാബല്യത്തിൽ വന്നത്. മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കാത്ത ആദ്യത്തെ വലിയ പൊതുമേഖലാ ബാങ്കായി കാനറ ബാങ്ക് ഇപ്പോൾ മാറി. ബാങ്ക് അക്കൗണ്ടുകളിൽ ഓരോ മാസവും ഒരു നിശ്ചിത തുക കുറഞ്ഞത് നിലനിർത്തണം. ഇതിനെയാണ് മിനിമം പ്രതിമാസ ബാലൻസ് എന്ന് പറയുന്നത്. ഇത് നിലനിർത്തിയില്ലെങ്കിൽ അധിക പിഴയും ഈടാക്കാറുണ്ട്. സാലറി അക്കൗണ്ടുകൾ, NRI അക്കൗണ്ടുകൾ, റെഗുലർ സേവിങ്സ് അക്കൗണ്ടുകൾ, മുതിർന്ന പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള അക്കൗണ്ടുകൾ തുടങ്ങിയ അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ഇനി മുതൽ പിഴ ഈടാക്കുന്നതല്ല. അടുത്ത അറിയിപ്പ്: തുടർച്ചയായി 3-ാം തവണയും റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ പണപ്പെരുപ്പം കുറഞ്ഞ നിരക്കിൽ തുടരുന്നതിനാൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് വീണ്ടും കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. വ്യാഴാഴ്ച ചേരുന്ന റിസർവ് ബാങ്കിന്റെ പണനയ സമിതി യോഗം ജൂൺ 6-ന് പുതിയ വായ്പാ നയം പ്രഖ്യാപിക്കും. രാജ്യത്തെ പണപ്പെരുപ്പം റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്നത് 4%-ലും താഴെയാണ്. നിലവിൽ 3.16% ഉള്ളത്. ഇത്തരം സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കാൻ ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ പലിശ കുറയ്ക്കുകയാണെങ്കിൽ വായ്പ എടുക്കുന്നവർക്ക് ആശ്വാസമായിരിക്കും. ഉയർന്ന പലിശ നിരക്ക് പലപ്പോഴും വായ്പ എടുക്കുന്നവരെ ബാധിക്കാറുണ്ട്. ഇത്തരത്തിൽ പലിശ കുറയ്ക്കുന്നത് നിരവധി വായ്പ എടുത്തവർക്ക് സന്തോഷ വാർത്ത തന്നെയായിരിക്കും.